പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന എന്നെ ഉത്തരേന്ത്യയിൽ പോലും കാണാത്ത അല്ലെങ്കിൽ അവിടെയെല്ലാം കേട്ടുകേൾവിയുള്ള രീതിയിലാണ് ബോധപൂർവം അവമാനിക്കുന്നതിന് വേണ്ടി റിസൾട്ട് വരുന്ന ദിവസം നമ്മുടെ ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ വളരെ വൈകാരികമായി ചില സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത നടപടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന എന്നെ ബോധപൂർവം അവമാനിക്കുന്നതിന് വേണ്ടി ഇവിടെ ചാണകവെള്ളം കലക്കിയൊഴിച്ച് ശുദ്ധീകരിക്കുന്ന നടപടി നിരവധി ആളുകൾ സാക്ഷി നിർത്തി അവർ ചെയ്തപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത അംഗീകരിക്കുന്ന ജനങ്ങൾക്ക് വളരെയേറെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ചങ്ങരോത്ത് പഞ്ചായത്തിലെ ജനങ്ങൾ വളരെയേറെ ജനസഹകാരത്തോടു കൂടി താമസിക്കുന്ന ഇടമാണ് ചങ്ങരോത്ത്. ഇവിടെയാണ് മുസ്ലിം ലീഗിലെ ചില ആളുകൾ വളരെ ബോധപൂർവം ഞങ്ങളെല്ലാം ആകെ അവമാനിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു നടപടിയിലേക്ക് വരുമ്പോൾ ഇവരെ തിരുത്താനും ഇവരെ ഇത്തരം നീചമായ പ്രവൃത്തികളിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയാതെ അവരെ സഹായിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വവും കൈക്കൊണ്ടത്. ഞങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷം മറ്റേത് പഞ്ചായത്തുകളെക്കാൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്താണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജനവിധി ഞങ്ങൾക്ക് എതിരാണ്. സ്വാഭാവികമായും അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ജനവിധി ലഭിച്ചു എന്നുള്ള അഹങ്കാരത്താൽ മറ്റൊരു പഞ്ചായത്തും ചെയ്യാത്ത നിലപാടാണ് ഇവിടെ ഇവർ സ്വീകരിച്ചത് എന്നുള്ളത് ഉത്തരേന്ത്യയിൽ പോലും കാണാത്ത അല്ലെങ്കിൽ അവിടെയെല്ലാം കേട്ടുകേൾവിയുള്ള രീതിയിലാണ് ഇവർ ഈ അപരിഷ്കൃതമായിട്ടുള്ള നടപടികൾ ഇവർ സ്വീകരിച്ചത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അത് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇവിടെ സ്വാഭാവികമായും നമ്മുടെ UDF നേതൃത്വവും മുസ്ലിം ലീഗും തയ്യാറാകണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.